പണ്ട് ഇതുപോലെ പഞ്ചായത്ത് റോഡില്ല, കറണ്ട് കമ്പത്തിന്റെ ലൈറ്റ് ഇല്ല, MLA നമ്മളെ മുന്നത്തെ MLA റദ്ദുച്ചാന്റെ പകലുള്ള റോഡില്ല, ഇപ്പത്തെ MLA പകലും ഇല്ല, എന്തുമില്ല. പണ്ടെന്തും ഇല്ലല്ലേ? എന്തുമില്ലാത്ത കുന്നുകൂടിയ കാലം, പിന്നെ വഴികളില്ലാത്ത കാലം, വെളിച്ചമില്ലാത്ത കാലം. അന്ന് ഇതുപോലെ പള്ളികളൊന്നും അടുത്തടുത്തില്ല, ദൂരെ ദൂരെ നാടുകളില്ല. എന്നിട്ട് വയൽ കേൾക്കാൻ വേണ്ടിയിട്ട് എത്രയോ മനുഷ്യന്മാർ ചൂട്ട് കത്തിച്ചിട്ട് പോയിരുന്നു, കുന്നും മലയും താണ്ടിയിട്ട്. പോയവർക്ക് ഓർമ്മയില്ലേ? ഇല്ലേ? നിങ്ങൾ ഒരു വസത്താല അല്ലാട്ടിക്കോളിയാ നിങ്ങൾ ഇങ്ങനെ തമ്മുടിക്കുമ്പോ എനക്ക് ഒരു പേടി പോലെ അല്ല. എന്തോ ആയോ? നിങ്ങൾ കുറച്ചൊരു റീപ്ലേ എല്ലാം ചെയ്യില്ലേ? നിങ്ങൾ ഇങ്ങനെ ബായി വളർന്നിട്ട് കേൾക്കാൻ ഇത് ഓന്റെ പാട്ടെന്തോ അല്ലല്ലോ. ഒരു തലലാട്ടുമ്പോ സംഗതി നിങ്ങൾ കേൾക്കുന്നത് എനിക്കറിയും. 100-ൽ 110 ഉറപ്പുണ്ട് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് തിരിയുന്നത്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ട്, നിങ്ങൾ വായും വളക്കുന്നില്ല, നിങ്ങൾ കണ്ണു തൂങ്ങിയിട്ടില്ല, നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെല്ലാം ആക്കുമ്പോ അത് എനക്കൊരു എനർജിയാണ്. കാരണം ഇവിടെ 2 മണിക്കൂർ കൂക്കുമ്പോ ഞങ്ങൾക്ക് നല്ല റിസ്ക് എടുക്കേണ്ടി വരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെല്ലാം തലാട്ടുമ്പോ നമുക്കതെല്ലാം മറക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഏറ്റവും വലിയൊരു ബലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മളൊന്ന് കബൂലാക്കട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിന്റെ വഴിയിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ലേ. നിങ്ങൾ ആമീന്റെ വലിയ മധുരമുണ്ട്, നിങ്ങൾ ആമീന്റെ വലിയ കാരമുണ്ട്, നിങ്ങൾ ആമീന്റെ വലിയ ബർക്കത്തുണ്ട്, നിങ്ങൾ ആമീന് ഇജാബത്ത് ഉറപ്പാണ്. മഹാനായ മഅറൂഫുൽ ഖർശി റളിയല്ലാഹു അൻഹു തന്റെ മഹാന്മാരായ കൂട്ടുകാരെ കൂടെ, തന്റെ ആൾക്കാരെ കൂടെ, വലിയവരായ ആലിമീങ്ങളെ കൂടെ, ശിഷ്യന്മാരെ കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ആരേ? മഅറൂഫുൽ ഖർശി. ചരിത്രം നിങ്ങൾ മറക്കാൻ പാടില്ല. അടുത്ത കൊല്ലത്തെ ഉറൂസിന് ഏതെങ്കിലും ഒരാൾ ഈ ചരിത്രം പറയുമ്പോ നിങ്ങൾ പറയണോ ഉസ്താദേ അത് മഅറൂഫുൽ ഖർശിന്റെ ചരിത്രമല്ലേ എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. കേക്കണം, ഇത് ഹിന്ദി പാട്ട് മാത്രം പഠിച്ചാ പോരല്ലോ ചെറുക്കന്മാര്, ഇത് പഠിക്കണ്ടേ. മഹാനായ മഅറൂഫുൽ ഖർശി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ദുആക്ക് ഇജാബത്തുള്ളയാളാണ്. കശ്ഫ് കൊണ്ട് കറാമത്ത് കൊണ്ട് ഒരു കാലത്ത് അറിയപ്പെട്ട മഹാനാണ്. ചരിത്രത്തിന്റെ കിതാബുകളിൽ എമ്പാടും പറയപ്പെട്ട മഹാനാണ്. ചെറിയ ആളല്ല. ആ മഹാനർദ തന്റെ കൂട്ടുകാരെ കൂടെ, അലിമീങ്ങളെ കൂടെ, ഇഷ്ടന്മാരെ കൂടെ, മുരീദീങ്ങളെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇറാഖിന്റെ മണ്ണിലൂടെ ദിജ്ലിയുടെ തീരത്ത് അങ്ങനെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ അതാ ഒരു സൈഡിൽ ഒരു മനുഷ്യനതാ, ഒരു പാവപ്പെട്ട സാധുവായ മനുഷ്യന്, നിങ്ങളെ പോലാത്തൊരു സാധുവായ മനുഷ്യന് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരു കുടത്തില് വെള്ളം അങ്ങനെ മുക്കി കൊടുക്കുകയാണ്. ഒരു പാത്രത്തില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അയാൾ ആ വെള്ളം പച്ചവെള്ളം, മുന്തിരിച്ചാറല്ല, അതല്ലെങ്കിൽ പിന്നെ ലെമൺ ടീ അല്ല, പിന്നെ ലിംബന്റെ ജ്യൂസ് അല്ല, ഒന്നുമല്ല, തനിവെള്ളം, പച്ചവെള്ളം. അതാണ് സാധുവായ മനുഷ്യൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൊടുക്കണത്. വരുന്നവർക്ക്, ചോദിക്കുന്നവർക്ക് അയാളാ പാട്ടയില് മുക്കിയിട്ട് ഗ്ലാസ്സിൽ മുക്കിയിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കുമ്പോ, ചോദിക്കുന്നവർക്ക് ആ പച്ചവെള്ളം കൊടുക്കുമ്പോ ആ സാധുവായ മനുഷ്യൻ ഒരു ദുആരക്കുന്നുണ്ട്. എന്തറിയുമോ? പടച്ച റബ്ബേ, എന്റെ കയ്യിൽ നിന്നിട്ട് ഈ ഞാൻ കൊടുക്കുന്ന എന്റെ പച്ചവെള്ളം ആരെല്ലാം കുടിക്കുന്നുവല്ലോ അവർക്ക് നീ ബർക്കത്ത് ചെയ്യ റബ്ബേ. സാധുവായ ഒരു മനുഷ്യന്റെ ദുആ. പാവപ്പെട്ട ഒരു ലോക്കൽ മനുഷ്യനാണ്, ഒരു ആലിമല്ല, ഒരു വലിയല്ല, ഒരു തങ്ങളല്ല. മഅറൂഫുൽ ഖർശി തങ്ങളെ അപേക്ഷിച്ച അയാളൊന്നും അല്ല. അങ്ങനെയുള്ള ഒരു സാധുവായ മനുഷ്യനാണ് അവിടെ കുടത്തിലുള്ള വെള്ളം എടുത്തിട്ട് അങ്ങനെ കൊടുക്കുമ്പോ ദുആരക്കണത്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? തിരിഞ്ഞില്ല? പടച്ച റബ്ബേ നീ ബർക്കത്ത് ചെയ്യ റബ്ബേ. ഞാൻ ഈ കൊടുക്കുന്ന വെള്ളം ആരെല്ലാം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നുവോ അവർക്ക് നീ ബർക്കത്ത് ചെയ്യല്ലോ. എന്നാ സാധുവായ മനുഷ്യൻ ദുആരക്കുമ്പോ ആ
നൂറുകണക്കിന് വലിയവരായ ആലിമീങ്ങൾക്കിടയിൽ നിന്ന്, ശിഷ്യന്മാർക്കിടയിൽ നിന്ന്, മുരീദീങ്ങൾക്കിടയിൽ നിന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന വലിയ മഹാൻ നേരെ അയാളടുക്കൽ ചെല്ലുന്നു. അയാളെ കയ്യിൽ നിന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിയിട്ട് കുടിക്കുന്നു. ഗ്ലാസ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നു. വന്ന നേരത്ത് കൂടെയുള്ള അലിമീങ്ങള് മുരീദീങ്ങള് ചോദിച്ചു, അല്ല ശൈഖ് അവറുകള്, മഅറൂഫുൽ ഖർഖി തങ്ങൾ അവറുകള്, നിങ്ങൾക്ക് ഇന്ന് സുന്നത്ത് നോമ്പാണല്ലോ. ഞങ്ങളെ പോലെ ഞങ്ങളെല്ലാവരും ഇന്ന് സുന്നത്ത് നോമ്പ് നോക്കിയവരാണ്. നിങ്ങളാണ് ഞങ്ങളെ നോക്കാൻ പറഞ്ഞതാ. നിങ്ങൾക്ക് സുന്നത്ത് നോമ്പാണ്. മഹാന്മാർ അങ്ങനെയാണ് അല്ലേ? മഹാന്മാർ അങ്ങനല്ല. അവർക്ക് എപ്പോഴും നോമ്പ് തന്നെ അല്ലേ? അല്ലേ? ഞങ്ങൾക്ക് ഇന്നാലൊരു സുന്നത്ത് നോമ്പുണ്ട്. ഇനി എത്ര ആളെ നോക്കി? കയ്യാത്തണ്ട. ഞാൻ കയ്യാത്തം പറയുന്നുമില്ല, കൈപൊക്കാൻ വേണ്ടി പറയുന്നുമില്ല. നിങ്ങൾ പൊക്കയും വേണ്ട. എത്ര ആളെ നോക്കീന്? ഉസ്താദേ അത് സുന്നത്തല്ലേ? അയാൾ കേട്ടങ്ങനെ സ്വബയ്ക്ക് പിടിച്ചിട്ട് സുന്നത്തല്ലേ ചെയ്യണോ നോക്കണോ വേണ്ടെന്നല്ല. ഉസ്താദ് അത് നോക്കിയിട്ടേ വേണ സുന്നത്തല്ലേ, നോക്കിയിട്ടേ വേണോ സുന്നത്ത്. ಒಂದು ചോദ്യം കൂടെ ഉസ്താദ്, നോക്കിയിട്ടേ വേണ സുന്നത്തല്ലേ, നോക്കിയിട്ടേ വേണോ സുന്നത്താണ്. സുന്നത്തല്ലേ നോക്കണ്ടതാ. ഒന്ന് രണ്ടാൾ ഫോണാക്കി, ഒരാള് നീയത്ത് വെച്ച്, പിന്നെ ഒരാൾ ജസ്റ്റ് നാളെ നോക്കിയിട്ട് വേണം സുന്നത്തല്ലേ. ഞാൻ നോക്കിയിട്ടേ വേണം സുന്നത്താണ്. പിന്നെ സുന്നത്തല്ലേ. എത്രയും മാമിങ്ങൾ പറഞ്ഞു. മഹാനായ ഖൗസുൽ തങ്ങൾ ഉന്നത്തിൽ ഉദ്ധരിച്ചു അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് എന്തെന്ന്, ഇന്നലത്തെ നോമ്പ് കഴിഞ്ഞിട്ടായട്ട നോക്കിയവരെ തള്ള കബൂലാക്കട്ടെ, എന്റേതും നിങ്ങളതും അല്ല കബൂലാക്കട്ടെ. നോക്കാത്തവർക്ക് അല്ലാഹു ഇനിയും നോക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കും അല്ലാഹു നൽകട്ടെ. ഇന്നലത്തെ ഒരു നോമ്പ് ഒരാൾ നോക്കിനെങ്കിൽ അയാൾക്ക് 60 മാസം നോമ്പ് നോറ്റ കൂലിയാണ്. 60 മാസത്തിന് എത്ര കൊല്ലായി? ഒരു കൊല്ലത്തേക്ക് എത്ര മാസം? നിങ്ങൾ എന്തുമുണ്ടെന്നില്ല എല്ലാം ഞാൻ ചെല്ലണല്ലോ. ഞങ്ങൾക്ക് ആയത്തോതി തോന്നണോ, അതിൻ്റെ ഇടയ്ക്ക് കണക്കും കൂട്ടണോ, ഡിവൈഡഡ് ബൈ ചെല്ലണോ? 12 അല്ലേ? 60 മാസത്തേക്ക് 5 കൊല്ലായി. 5 കൊല്ലായി. ഇന്നലത്തെ ഒരു നോമ്പ് ആരെങ്കിലും ഒരാൾ നോക്കിയെങ്കിൽ 5 കൊല്ലം നോമ്പ് നോറ്റ കൂലിയാണ്. പടച്ചിറപ്പ് കബൂലാക്കട്ടെ. ചില മനുഷ്യന്മാർ ആവശ്യം നോക്കിയിട്ടില്ല, നോക്കിയെങ്കിൽ ആവശ്യം. അല്ലാഹു തആല ഞങ്ങൾ നോക്കിയ കൂലി അവർക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങളെന്ന് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ പ്രതിഫലം ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവർക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. മഹാന്മാർക്ക് സുന്നത്ത് നോമ്പാണ് എപ്പോഴും. അങ്ങനെയാ, അവർക്ക് എപ്പോഴും നോമ്പാണ്. ഞങ്ങൾക്കെന്ത് നോമ്പ്? കാട്ടുകോയ്ക്കെന്ത് നോമ്പ്? ചാത്തപ്പനെന്ത് മഷറെന്ന് പറഞ്ഞ കേട്ടില്ല. ഞങ്ങൾക്ക് എന്ത് നോമ്പ്? ഇപ്പൊ റമളാൻ വന്നത് ഞങ്ങൾക്ക് കണക്കന്നെ, ഷഅബാൻ വന്നത് ഞങ്ങൾക്ക് കണക്കന്നെ. ഓണം വന്നാലും കോരന് കൈകുമ്പളിൽ ചോറ് നിറഞ്ഞ മാതിരി ഞങ്ങൾക്ക് തന്നെ റമളാനായും റജബായും ഷഅബാനായും കല്ല് വരും. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പുകാരനായിരിക്കാൻ പോയിട്ടാണ് വെള്ളം കുടിച്ചത്. അത് മനഃപൂർവ്വം. മറന്നിട്ടന് വെള്ളമല്ല, ബിരിയാണിന്റെ ചെമ്പേ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് പൊക്കിളി വിരിച്ചങ്ങ് നോമ്പ് പോവല്ല. ഓ മറന്നിട്ട് എന്ത് തന്നാലും നോമ്പ് പോവാലോ. ഞമ്മന്താക്കുന്നേ, ഞമ്മളെ കീടായ കൊല്ലത്തിലൊരു റമളാനല്ലേ ഇപ്പൊ വരുന്നേ. ഓൻ ഫസ്റ്റ് നോക്കൂ. ഓൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ ഫസ്റ്റ് നോക്കീനെ. ഓന് മറന്നിട്ടേ വരും. ഇതുവരെ നോക്കിയ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഒന്ന് കൊല്ലത്തിലൊരിക്കോ ഫസ്റ്റ്. അങ്ങനെ ഫസ്റ്റ് നോക്കി അന്ന് തന്നെ 8:10 പോയിട്ട് ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചോ ഫ്രിഡ്ജിൽ നിന്ന്. ഓൻ മറന്നതാണ്. സത്യം പൂളിക്കയാ മറന്നുപോയി. എന്നിട്ട് ഈ ഉമ്മാമ്മ വിളിച്ചിട്ടല്ലോ ഓന്റെ കെട്ടിയോൾ വിളിച്ചാലും എന്തറിഞ്ഞ എന്താ ഇത് പാതി കുടിച്ചില്ലായിരുന്നു കേട്ടാ. മുക്കാ പാതി കുടിച്ചില്ലേ, അല്ല പകുതി കുടിച്ചില്ലേ, പകുതി ഉണ്ടായില്ലേ. അപ്പോഴാണ് ഈ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. പുറക്കാരത്തി വിളിച്ചിട്ട് നോമ്പല്ലേ. അപ്പ ഈ ചെങ്ങായി കൈ വിളിച്ചിട്ട് ഞാൻ മറന്നവോ. അപ്പോ അവിടെ ഇങ്ങോട്ട് എന്നെന്താക്കുന്ന ബാക്കി ഞാൻ കുടിച്ചെറിയുന്നു. സത്യത്തിൽ ആ പകുതി കുടിച്ചിട്ടാകുമ്പോ നോമ്പ് പോയിട്ടാ. കാരണം മറന്നിട്ടല്ലേ. അല്ലേ ഈ ചങ്ങായിനെ ഫുള്ള് കുടിപ്പിച്ചിട്ടേ ഇപ്പൊ പോയി. ചിരിക്കാൻ പറയുന്നതല്ല, മറന്നു കുടിച്ചാ പോവല്ല.
മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഞാൻ മഹാന്മാരുടെ ചരിത്രം പറയുന്നത് നിങ്ങൾ ആമീനിന്റെ മഹത്വം പറയാനാണ്. നിങ്ങൾ ഒരു മനസ്സ് പഠിച്ചലായിട്ട് ആമീൻ ചെല്ലാൻ നിൽക്കണ്ട. നല്ല ജിഗറില്, നല്ല ഇഖ്ലാസില്, നല്ല ഉന്മേഷത്തില്, നല്ല ആവേശത്തില് ഖൽബും കണ്ണും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് ആ മഹാനരെ തവസ്സുലാക്കി, ആ മഹദിയെ തവസ്സുലാക്കിയിട്ട് നിങ്ങളെ ഉദ്ദേശങ്ങള്, വിചാരങ്ങള്, നീയത്തുകളെല്ലാം കരുതിയിട്ട് ആമീൻ ചെല്ലണോ. വേണ്ടേ എന്ന് ആമീൻ ചെല്ലണ്ട. കാരണം നിങ്ങൾ ആമീൻ ഈ സമയത്ത് നല്ല കാര്യമുണ്ട്, നല്ല ബർക്കത്തുണ്ട്, വലിയ ഇജാബത്തുണ്ട്. ചെറിയ ആമീനല്ല നിങ്ങളെ ആമീൻ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് വരാലാ. മഹാനത അവിടെ ചെന്നു. പിന്നെ അയാളാ പാവപ്പെട്ട സാധുവായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ബിസ്മി കൂട്ടിയിട്ട് അങ്ങ് കുടിക്കുകയാണ്. തിരിച്ചു വരികയാണ്. കൂടെയുള്ള അലിമീങ്ങൾ, ശിഷ്യന്മാർ, മുരീദീങ്ങൾ കേട്ടു. അല്ല ശൈഖ് അവറുകള്, മഅറൂഫുൽ ഖർഖി തങ്ങള്, നിങ്ങൾക്ക് നോമ്പല്ലേ? ഞങ്ങളെ പോലെ നിങ്ങൾക്ക് നോമ്പല്ലേ? ഞങ്ങളിൽപ്പെട്ട പലർക്കും ഇന്ന് നോമ്പായതുപോലെ നിങ്ങൾക്കും നോമ്പല്ലേ? നോമ്പ് മറന്നതാണോ അതല്ല മനഃപൂർവ്വം പോയിട്ട് കുടിച്ചതാണോ എന്ന് ചോദിച്ച നേരത്ത് ആ മഅറൂഫുൽ ഖർഖി മഹാനവറുകൾ പറഞ്ഞതെന്തറിയോ? സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പായിരുന്നു എന്നുള്ള ബോധമുണ്ടായിരുന്നു എനിക്ക്. സുന്നത്ത് നോമ്പാണ് എന്ന ബോധമുണ്ടായിരുന്നു എനിക്ക്, ഓർമ്മയുണ്ടായിരുന്നു എനിക്ക്. അതുണ്ടായിരിക്കെ ഞാൻ പോയിട്ട് അവിടെ ഒരു ഗ്ലാസ് വെള്ളം ആ പാവപ്പെട്ട കയ്യിൽ നിന്നിട്ട്, സാധുവായ മനുഷ്യന്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ വാങ്ങി കുടിച്ചതാണ്. അത് കുടിച്ചത് എന്തിനറിയുമോ? ഇന്നത്തെ നോമ്പ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടല്ല, നല്ലോണം ദാഹിച്ചിട്ടുമല്ല. പിന്നെയോ അയാളെ ദുആ കണ്ടോ? അയാളെ ദുആരക്കണത് എന്താ? എന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളം ആരെല്ലാം കുടിക്കുന്നു റബ്ബ്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യല്ല എന്നയാള് ദുആരക്കുന്നത് കണ്ടില്ല. അയാളെ ദുആ കിട്ടാനാണ്, അയാളെ ആമീൻ കിട്ടാനാണ് ഞാൻ എന്റെ സുന്നത്ത് നോമ്പ് പോലും മുറിച്ചിട്ട് അയാളെ വെള്ളം വാങ്ങി കുടിച്ചതാ. അയാളെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് എന്റെ സുന്നത്ത് നോമ്പ് മുറിച്ചതാ. അയാളെ ദുആ കിട്ടാനാണ്, അയാളെ ദുആക്ക് ഇജാബത്തുണ്ട്. അതൊരു പാവപ്പെട്ട സാധുവായ മനുഷ്യനാണ്. മഅറൂഫുൽ ഖർഖി തങ്ങളെ പേടിച്ച അവരേക്ക് തട്ടിച്ചു നോക്കുമ്പോ അയാൾ ആരുമല്ല. എന്നിട്ട് മഹാൻ പറഞ്ഞത് എന്തറിയാ? പൊന്നു സഹോദരങ്ങളെ, ആയുസോടെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുന്നത്ത് നോമ്പ് ഇവിടുന്ന് പോയിട്ട് നാളെയും നോക്കാലോ, മറ്റേ നാളും നോക്കാലോ, അടുത്ത കൊല്ലവും നോക്കാലോ. ഞങ്ങളെങ്ങാനും ഇവിടുന്ന് വിട്ടുപോയാൽ ആ പാവപ്പെട്ട മനുഷ്യന്റെ ദുആ കിട്ടലാലോ. നോമ്പ് നാളെയും മറ്റേ നാളും വീണ്ടെടുക്കാൻ നമുക്ക് ദുആ എടുക്കാൻ കഴിയില്ല. അതിപ്പോ തന്നെ കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ അയാളെ വെള്ളം കുടിക്കണ്ടേ? കുടിച്ചവർക്കുള്ള ബർക്കത്തിനല്ലേ അല്ലാഹ് അയാള് തേടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അയാളെ കയ്യിൽ നിന്നിട്ട് ആ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നിട്ട് അയാളെ ബർക്കത്ത്, അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ ഞാൻ എന്റെ നോമ്പ് മുറിച്ചത്. പാവപ്പെട്ട മുഅ്മിനായ മനുഷ്യന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന ഖാജ. അപ്പൊ നിങ്ങൾ ആമീൻ ചെറുതല്ല. നിങ്ങൾ ആമീന് പ്രത്യേകിച്ച് 40 ആള് കൂടിയ സ്ഥലത്ത് ഒരു വലിയുണ്ട്, അയാൾ ആമീൻ എന്തായാലും സ്വീകരിക്കലോ, ഉറപ്പല്ലേ? ഇവിടെ 40 അല്ലല്ലോ, 400 ആളില്ല. അപ്പൊ 400 എത്ര 40 ഉണ്ട്? ഡിവൈഡഡ് ബൈ ഒന്ന് കണക്കൂട്ടിയ കണക്കൂട്ടിയാ മതി. എന്നാലും ഒരാളല്ല. അതിന്റെ അർത്ഥം ഇപ്പൊ 40 ഒരാളും മാത്രം നല്ല പറഞ്ഞ്, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ചിലപ്പോ 40 ആളും മാന്മാരായിരിക്കും. പെണ്ണുങ്ങളാ ഒരു സൗണ്ടെല്ലാം കിടാക്കെല്ലാം ബുദ്ധിമുട്ടാക്കുന്ന ജോറാക്കണ്ട. ആരും ജോറാക്കാൻ കഴിയ, ആരും ചൂടാവാൻ കഴിയ, ജോറാക്കാൻ കഴിയ. സമാധാനത്തിൽ ചെല്ലിയിട്ട്. കാരണം വലിയ വയല് കേൾക്കുന്നു, വയല് കേൾക്കേണ്ടിയോർ വലിയോറാണ്. ഇന്ന് സത്യത്തിൽ വയല് കേൾക്കുന്നല്ലേ ചെറിയോ.
കിടാക്ക് ഫസ്റ്റ് കൊണ്ട് തിരിച്ചു തന്നെ വരെ എതിർക്കുപോയി മറ്റൊന്ന് ഫൈനലിന്റെ അന്ന് ഉറൂസിന്റെ അന്ന് സീറിന് കൊടുക്കുമ്പോ നീ എന്താ എതിർക്കുപോയി ഞാൻ ഇവിടെ വലിയോറുള്ളത് കാണുന്നില്ലേ? സീറിന് കൊടുക്കുന്ന ലൈനിൽ എതിർക്കുപോയിട്ട് അങ്ങനെ ഈ കിട, കാരണം ഈ കിട 12 ദിവസം നിന്ന് എതിർലല്ലേ 13ാമത്തെ ദിവസം അങ്ങനെ ആയിക്കോട്ടെ ചെറ്റ കിടാവ് മുന്നൊക്കെ പോയി. പിന്നെ ഇറച്ചും കറിയും കിട്ടുന്ന ഒരു ഗൗജല്ലമ്മ കിടാവല്ലേ. കിടാവ് എപ്പോഴും കിടാവന്നല്ലേ. കിടാവെന്നും കിടാവന്നെയാണ്. അപ്പൊ ആ ഈല് കിടായ ലാസ്റ്റൊന്നും പോയി പോകുമ്പക്കല്ല വന്ന വയസ്സന്മാർ. നിങ്ങൾക്ക് എത്ര ഒരു അതവ് കുരുത്തയില്ലാത്ത ഞങ്ങൾ ഉറൂസിന്റെ 3ാമത്തൊന്ന് നിസാം ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇത് ഇയാൾ ചെന്നപ്പോ സീറിനെ കൊടുക്കാൻ പറ്റുന്ന അവിടെ കിട ഇത് വന്നത് ഈടൊക്കെ അയാൾ കടത്തിന് തന്നെ അയാൾ ഫസ്റ്റ് കിടാൻ എതിർക്ക്. നിങ്ങളെ വിഷയമല്ല, അതിപ്പോ നിങ്ങളതാണ് നിങ്ങൾ തന്നെ. ഇനിയിപ്പോ എന്താക്കാനേ ഉള്ളതുള്ള പോലെ ചെല്ലണ്ടേ. ഉള്ളത് പറഞ്ഞ ഉമ്മാക്കോ ആവേല. അതിനിപ്പോ എന്താക്കാൻ കഴിയല്ലേ. നിങ്ങൾ പയ്യെ പോകുമ്പോ പൈസ കുറക്കും, ചിലപ്പോ അടുത്ത കൊല്ലത്തേക്ക് വിളിക്കാതിരിക്കും. അല്ലാണ്ട് എന്നെ നിങ്ങൾ പീസാക്കി കേൾക്കല്ലേ. ഇഷ്ടപ്പെടാണ്ടൊക്കെ വേല ആർക്കും ചെല്ലാൻ കഴിയാലമായി. ഇനിയിപ്പോ എല്ലാരും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേലയാണോ? ചിലയിടത്തൊക്കെ വയലിന് പോകുമ്പോ ഫസ്റ്റ് ചെന്ന മനുഷ്യന്മാർ. ചില നാട്ടിലൊക്കെ വയലിന് പോയെങ്കിൽ അവിടെ പോയിട്ട് കാറ് കഴിഞ്ഞ പടന്റെ പേര് 1-2 ആൾ റാഹത്തല്ലേ, നിങ്ങൾ ദൂരത്ത് വന്നല്ലേ, നടുനമ്പൽ എന്തോ ഇരുന്നിട്ട് അല്ലെ ഞാൻ AC ഫ്ലൈറ്റിലല്ലേ വന്ന് നടുനമ്പലില്ലാണ്ടിരിക്കും പൊട്ട് അത് വിട് ആട്ട് അൽഹംദുലില്ലാ റാഹത്ത്. എന്നിട്ട് ഇയാൾ ഇതെന്നാണ് ഞങ്ങൾക്ക് നടനമ്പലം ഉണ്ടാ സുഗന്ധ കേൾക്കുന്നതിന് ഞങ്ങളുടെ വിരിസത്തിലും തല്ല ഇയാൾക്ക് എന്തോ ചൊല്ലണം. അതിന് വേണ്ടിട്ട് പശു പാല് വെക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാകും ഇത് തൂറാനാല ഓടാനാണ്. ഇയാൾ അടുത്തേക്ക് വന്നിട്ട് ഉസ്താദ് സുഖല്ലേ പിന്നെ ചെല്ലിയെന്ന് പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ ഒട്ടിസെല്ലാം വന്നില്ലല്ലോ സാർ, വിളിച്ചാൽ കടത്തിന് എന്ത് വിഷയം? അൽഹംദുലില്ലാ ഒരു വിഷയമുണ്ട്. നിങ്ങൾ വാലി ചെല്ലുമ്പോ കള്ളു കുടിക്കുന്ന വിഷയം ഒന്നും കൂട്ടിയിട്ടില്ല. എന്ത് കഥ? ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റിയിൽ 41ാമത്തെ മെമ്പർ മുന്നേ കള്ളിന്റെ കച്ചവടം കൊണ്ടായോ അയ്യ അത് ഞമ്മ ചെല്ലിയ പോലാവും, ഞമ്മ ചെല്ലിപ്പിച്ചേന്നാവും. നിങ്ങൾ വിഷയം ഉണ്ടണ്ട എന്റെ വിഷയം അതല്ല. ആവശ്യമില്ല, അധിക പ്രസംഗാക്കേണ്ട ആവശ്യമില്ല. വിഷയം കൊടുത്താൽ പിന്നെ വിഷയത്തിൽ തന്നെ അതിന്റെ അപ്പുറം പോകുന്നതിന് അപ്പുറമെല്ലാം പോകുന്നതിന് വിഷയം കൊടുക്കേണ്ട ആവശ്യം എന്ത്? എന്നോട് പറഞ്ഞു സാർ നോട്ടീസിൽ വിഷയമില്ല, ഏതായാലും നിങ്ങൾക്ക് വിഷയമുണ്ട് സാറിനോട് പറഞ്ഞു. ഞാൻ അതിന്റെ അനുസരിച്ചിട്ട് തന്നെ വന്നു. ഞാൻ അതിനനുസരിച്ച് തന്നെ വന്നു. അല്ലാഹു തആല ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. അങ്ങനെ ആട കഴിഞ്ഞ അപ്പൊ കള്ളിന്റെ ദൈവമായി ഇവിടെ ആണെല്ലാം കഴിഞ്ഞ് പോയിട്ട് വർക്കത്തിനാട് ചോറ് വയ്ക്കാൻ വേണ്ടി കൈയാക്കാൻ പോകല്ലോ. ചോറ് ബെയ്ക്കാൻ പോകുമ്പോ കൈയാറുള്ളല്ലോ. ആ കൈയാകാൻ വാടക്കം വന്ന ഒരാൾ ഖജാഞ്ചി വരെ ഇപ്പത്തെ ഖജാഞ്ചി മുന്നത്തെ എന്തോ അൽഹംദുലില്ലാ ഇത് എന്റെ ഇളാമന്റെ മോന്റെ പേര് ഒക്കെ അൽഹംദുലില്ലാ. പിന്നെന്ത് വിഷയം? അല്ല ഒരു വിഷയമാണ് ഇനി വട്ടി കൊടുക്കുന്ന വിഷയം മുണ്ടിയിരണ്ട പലിശ കൊടുക്കുന്നത്. എന്താ ഇപ്പത്തെ പ്രസിഡന്റിന് മുന്നേ പണിയുണ്ടായി ബോംബെയിൽ. ഇപ്പല്ല, ഇപ്പൊ ചങ്ങായി ഉംറക്കെല്ലാം പോയിട്ട് സുധറായിന്. അതിപ്പോ നിങ്ങൾ ചെല്ലിങ്ങ ഞമ്മ ചെല്ലിച്ചെന്നോ അല്ലാണ്ട് എന്റെ ഇളന്റെ പേർക്കല്ലേ വയ്ക്കാൻ വന്നേ ഈടുന്ന് ഊതിയെന്നോ പയ്യ. നിങ്ങൾ മുണ്ടേ വേണ്ട മുണ്ടണ്ട. അങ്ങനെ ഏതായാലും ബയ്യ ബെയ്ച്ചി നല്ല റാഹത്തില് ഉഷാറില് വെയിച്ച് പള്ളം നിറഞ്ഞ് ബയ്യ കയ്യേ മുന്നേ കഴുകിയിട്ടില്ലെങ്കിൽ ബയ്യ അങ്ങനെയും കഴുകണം. ഏതോ ഒരു ചങ്ങായി മുഞ്ഞാന്ന് ബെയ്ച്ചിട്ട് പോയിട്ട് ഇങ്ങനെ കയ്യില് കറിയെല്ലാം ഉണ്ട്, ഇങ്ങനെ കയ്യാക്കാൻ വേണ്ടി ചങ്ങായി തേടുന്നു. അപ്പൊ ഒരു കിടാന്റെ വിളിച്ച് കേട്ടെ ഏടമ്മ കയ്യാക്കേണ്ടിയെന്ന്. അതിന് കിടായി ചെല്ലി എന്തറിയോ അത് ഫസ്റ്റേക്ക് അതിനെങ്കിലും ഇപ്പൊ കേക്കണ്ട കേക്കണ്ടീന്ന് ഞണ്ണതിന് മിന്നെ കഴിക്കണമെങ്കിൽ ഇപ്പൊ കേക്കണ്ടി വരലായിന്. ശരിക്കുമ്പോ ഡൗട്ടുണ്ട് നിങ്ങളെ കതിക്കില്ലെന്ന് തോന്നുന്നു ഫസ്റ്റ്. അള്ളാഹു ഞങ്ങളെ എല്ലാ സുന്നത്തും അതിന്റെ മുറ പോലെ എടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏത് പാട്ട് അങ്ങനെ രണ്ടാമത്തെ കൈയാക്കുമ്പോ ആടക്കും വന്നിട്ട് ഒരാൾ ഉസ്താദേ നിങ്ങ പിന്നെ ഇത് കൊടുക്കും ചെല്ലുമ്പോ വലിയ നിങ്ങൾ ഈ വ്യഭിചാരത്തിന്റെ പെണ്ണ് കച്ചവടത്തിന്റെ വിഷയം എന്തും മുണ്ടിയുണ്ട. എന്തേ ഇപ്പത്തെ 38ാമത്തെ മെമ്പറിന് ഇപ്പോഴും പണിയാ തന്നെ. ഞങ്ങൾക്കറിഞ്ഞതിരിക്കട്ടെ, നിങ്ങൾക്ക് അറിയണ്ട. അപ്പൊ ചുരുക്കത്തിലപ്പോ എന്നെ എന്തിനു നിങ്ങൾ വിളിപ്പിച്ച കൊപ്പറിന്റെ വിലയല്ല. ബഡ്ഡി ചെല്ലണ്ട, പലിശ ചെല്ലണ്ട, സിനാഇന്റെ വ്യഭിചാരത്തിന്റെ ചെല്ലണ്ട, നിസ്കാരം ഒഴിവാക്കുന്നത് ചെല്ല. പിന്നെ നിങ്ങൾ എന്നെ വിളിപ്പിച്ചേ തേങ്ങന്റെ മാർക്കറ്റ് റേറ്റ് ചെല്ലാനാ? അതിന് ഞാൻ വേണം പേപ്പർ നോക്കി കാണുന്നില്ല 3ാമത്തെ പേജില്. ഇതാണിപ്പോ എല്ലാവരും സുഖിപ്പിക്കണം. എല്ലാവർക്കും സമാധാനമാണോ? കമ്മിറ്റിക്കാർക്ക് റാഹത്താണോ? നാട്ടുകാർക്ക് മുന്നേ റാഹത്താണോ?
പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജിക്ക് എങ്ങനെ ഇഷ്ടപ്പെടണോ ആർക്കും നമ്പലാവാൻ കഴിയാ. അതാണ് ഇപ്പൊ ദീന് പറയേണ്ടത്, അല്ലേ? അതങ്ങനല്ല. ഹക്ക് എല്ലാവരുടെ മുമ്പിൽ പറയണം. അത് എന്റെ മാത്രമല്ല, നിങ്ങളും അങ്ങനെ. അവിടെ ആർക്കും പിടിച്ചില്ല എന്നതല്ല. കൈപ്പേറിയതാണെങ്കിലും നീ ഹക്ക് പോലെ പറയണോ. അത് കൈപ്പേറിയതാണ്, അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല, ദഹിക്കണമെന്നില്ല. അള്ളാഹു ഞങ്ങൾ അത്തരക്കാരിൽ പെടുത്തട്ടെ. ഏതുവാകട്ടെ, ഈ 40 ആളടക്കമുള്ള മുഅ്മിനീങ്ങൾ കൂടിയ സദസ്സ്, വലിയ ബർക്കത്തുള്ള സദസ്സ്, അള്ളാഹു ഇതിനേക്കാളേറെ റാഹത്തിൽ ചന്തത്തിൽ അവന്റെ സ്വർഗ്ഗലോകത്തെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ദീനിന്റെ ഷിആറുകളോട് ഇത് ദീനിന്റെ വലിയ അടയാളങ്ങളാണ്, ഇത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. ഇതിനോട് നമുക്ക് വലിയ ബഹുമാനവും താല്പര്യവും വേണം. പഴയ കാലത്തുള്ള മനുഷ്യന്മാർക്ക് അതെല്ലാം ഉണ്ടായിന്. അവർ ചൂട്ട് കത്തിച്ചിട്ട് അങ്ങനെ പോകുമ്പോ ഏടക്കെല്ലാം വേലൊക്കെ പോയിന്. ഇനിയിപ്പോ കാൽത്തടിയിൽ പോലെ ഇപ്പൊ നോക്കി ഈ ചെലവില് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്റെ ശരിയ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ 400 ചില്ലാനം വീടുകൾ നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കാസർഗോഡ് ജില്ലയിലെ മഹല്ലാണ് പൈക്ക ജമാഅത്ത്. പൈക്ക ജമാഅത്ത് എന്ന് പറയുമ്പോ ചരിത്രത്തിന്റെ ഏടുകളിൽ പറയപ്പെട്ട നാടാണ്, ചരിത്ര പ്രസിദ്ധമായ നാടാണ്, നല്ലവർ മൺമറഞ്ഞ് കിടക്കുന്ന നാടാണ്, നല്ലവർ നേതൃത്വം കൊടുക്കുന്ന നാടാണ്. സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇത്രയും വലിയ മഹല്ലത്തിൽ ഇത്ര ബാല്യക്കാരുള്ള അല്ല, ഇത്ര വയസ്സന്മാരുള്ള അല്ല, ഒരുപോലെ 2 പോലെ വന്ന് എങ്ങനെ ഇടി നാട് ഫുള്ളാട്ടി വരാല. എന്തുകൊണ്ട്? അതാണ് ഇതിന്റെ ബർക്കത്ത്, അതാണ് ഇതിന്റെ പവർ. അങ്ങനെ എല്ലാരും വന്നെങ്കിൽ പിന്നെ ഇത് കബഡി പന്തിയാട്ടായില്ലേ? വിളിച്ചോർ എല്ലാരും നോട്ടീസിലെ കണ്ടോർ എല്ലാരും വന്നെന്നുണ്ടെങ്കിൽ ഇത് ഡേ നൈറ്റ് മാച്ചാ, ഫുട്ബോളോ ആയി. അങ്ങനെ ആവാൻ പറ്റാല. കാരണം ഇത് ഇബാദത്താണ്, ഇത് ഇബാദത്താണ്. ഈ സമയത്ത് ഞാനും നിങ്ങളും ആ പള്ളിയിൽ കയറിയിട്ട്, അള്ളാന്റെ പള്ളി, ഭൂമിയിൽ അള്ളാന്റേതായിട്ട് പറയപ്പെട്ട പള്ളി, ആ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് കൂട്ടിക്കോ. എന്നാൽ ആ 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളേറെ, ആ സുജൂദിനെക്കാളേറെ ഈ സമയത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലേതറിയുമോ? ഈ ഇരുത്തമാണ്, ഈ പറയലാണ്, ഈ കേൾക്കലാണ്. ഞങ്ങളുടെ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയാ, ഇൽമുമായി ബന്ധപ്പെട്ട സമയമാ, അതേ ഇൽമുമായി ചെലവാക്കപ്പെട്ട സമയമാ. നാളെ റബ്ബിന്റെ അടുക്കൽ ഏറെ വിലയുള്ള സമയം അതാണ്. അള്ളാന്റെ ലോകത്തുള്ള ഓരോന്നിനും ഞങ്ങളെ ബഹുമാനിക്കണോ. ബഹുമാനിക്കപ്പെടേണ്ടതിന് പള്ളികളായാലും മദ്രസകളായാലും ഇതുപോലെയുള്ള സ്വർഗത്തിന്റെ മജ്ലിസുകളായാലും ഇവിടെ വന്നിട്ട് പിന്നെ ഉറൂസാണെന്ന് പറഞ്ഞിട്ട് ചന്ത ചുറ്റരുത്, ചുറ്റുഭാഗം ചുറ്റി നടക്കരുത്. ഇവിടെയാണ് ബർക്കത്തുള്ളത്, ഇവിടെയാണ് ഇൽമുള്ളത്, ഇവിടെയാണ് ഇജാബത്തുള്ളത്, ഇവിടെയാണ് ആ കിടക്കുന്ന മഹാന്മാരുടെ തിരുനോട്ടമുള്ളത്, ഇവിടെ ഇരുന്നവർക്കാണ് അല്ലാഹുവിന്റെ കൂലിയുള്ളത്. ഇതാണ് അല്ലാഹുവിന്റെ ഷിയാർ. ഇതിനോട് വലിയ മതിപ്പും ആദരവും ബഹുമാനം നമുക്ക് വേണം. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഈമാനിന്റെ ഭാഗമാണ്, അത് ഹൃദയത്തിന്റെ കൽബിന്റെ തഖ്വയാണത്, അത് തഖ്വയുടെ ഭാഗമാണത്. പള്ളികളോട് എല്ലാ കാര്യങ്ങളോടും അല്ലാഹുവിന്റെ പള്ളി, ഭൂമി ലോകത്ത് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണുന്ന അല്ലാഹുവിന്റേതായിട്ട് പറയാനുള്ളത് 2 ഏതെല്ലാം? അല്ലാഹുവിന്റെ എന്തെങ്കിലും ഞങ്ങൾ ദുനിയാവിൽ കാണുന്നു എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ 2 കാര്യമാണ്. ഏതത് പറഞ്ഞേ? നിങ്ങ എന്റെ കൂടെ ഇല്ലേ? നിങ്ങ ഔട്ട് ഓഫ് റേഞ്ചിലാ, എന്റെ കൂടെ ഇല്ലേ? ഒന്ന് വിശുദ്ധ ഖുർആൻ, ഒന്ന് വിശുദ്ധ ഖുർആൻ, പിന്നൊന്ന് അല്ലാഹുവിന്റെ പള്ളി. ഹിയ ബൈത്തും മിൻ ബുയൂത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ വീടാണ്. പിന്നൊന്ന് അല്ലാഹുവിന്റെ കലാമാ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഈ 2 വെറുതെ നോക്കിയാ പോലും കൂലിയുണ്ടെന്ന് റുവിയാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നോക്കിയാ പോലും കൂലിയുണ്ട്. ഓദിയാ കൂലി വേറെ, ഓദിയാ കൂലി വേറെ, കാണാതെ ഓദിയാ കൂലി വേറെ,
നോക്കിയിട്ട് ഓതിയാ പിന്നെയും കൂലിയേറെ, അർത്ഥമറിഞ്ഞിട്ട് ഓതിയാ പിന്നെയും കൂലി വേറെ. അതേ സമയത്ത് മുസാഫ് കയ്യിൽ പിടിച്ചിട്ട് നോക്കി ഓതിയാ പിന്നെയും കൂലി വേറെ. മൊബൈലിലുള്ള ആപ്പ് നോക്കിയിട്ട് ഖുർആൻ ഓതിയാ കൂലി വേറെ. അതേ സമയത്ത് നീ നോക്കിയില്ല, ഓതിയില്ല, മുസാഫ് ഓതിയില്ല, ഒന്നുമില്ല, വെറുതെ ഇതല്ലാന്റെ ഖുർആനല്ലേ, ഇതല്ലാന്റെ മുസഹഫല്ലേ എന്ന ഈമാനികമായ ചിന്തയോടെ ബോധത്തോടെ നീ എങ്ങാനും നോക്കിപ്പോയാൽ ആ നോട്ടത്തിന് പോലും നിനക്ക് കൂലിയുണ്ട്. അങ്ങനെ വെറുതെ നോക്കിയാ പോലും കൂലിയുള്ള മറ്റൊരു സംഗതി ഏതറിയുമോ? അള്ളാന്റെ പള്ളിയാണ്. വെറുതെ നോക്കിയാ കൂലിയുണ്ട്. അതിന്റെ അർത്ഥം എന്ത്? അതിന്റെ അർത്ഥം ഞങ്ങളെ പള്ളിയായിട്ട് നോക്കിയിട്ട് പോണോന്നാ, ജമാഅത്തിനൊന്നും വരാതെ. അങ്ങനല്ല, അവിടെയുള്ള ജമാഅത്തിന് വേണോ, അവിടെയുള്ള ഹദ്ദാദിന് വേണോ, അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും വേണോ. അതോടൊപ്പം നിനക്ക് ഇങ്ങനെ നോക്കേണ്ടി വന്നു പള്ളിയെ, അതിന് കൂലിയുണ്ട്. ഇത് കാട്ടുപോത്തനെ പോലെ ചുറ്റിയിട്ട് മാസത്തിലൊക്കെ പള്ളിക്കും വരാലോ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് 4-5 വട്ടം ഇങ്ങനെ നോക്കിയിട്ട് വരും. നിൽക്കുന്ന കാര്യം ഒരു കാര്യമില്ല, അതില് ഒരു കാര്യമില്ല. പള്ളി എന്നത് മയ്യത്തടക്കാനുള്ളതല്ല, അത് നിസ്കാരം നടക്കാനുള്ളതാണ്. മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിന്റെ സൈഡിൽ വെക്കണമെന്ന് ഒരു കിതാബിലുമില്ല. നാളെ ക്ലിപ്പ് വന്നൊന്നും സാരില്ല. മയ്യത്ത് ഞങ്ങൾ മരിച്ചെങ്കിൽ കൊണ്ടുപോയിട്ട് അടക്കണ്ടേ? ഫ്രിഡ്ജിൽ വെക്കണ? അടക്കണം. അല്ലാഹു തആല ഞങ്ങളെ ഖബർ സുഖത്തോപ്പാക്കട്ടെ. പള്ളിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് വെക്കണമെന്നില്ലാന്ന്. പിന്നെ എങ്ങനെയുള്ള കിതാബില് മുസ്ലിമീങ്ങളെ അടക്കുന്ന ജാഗല കൊണ്ടിട്ട് അടക്കണോ, മുസ്ലിമീങ്ങളെ മൂടുന്ന ജാഗല കൊണ്ടിട്ട് മൂടണോ, അത്രേ പറഞ്ഞില്ലേ. അല്ലാണ്ട് പള്ളിന്റെ സൈഡിൽ മൂടണോ പറഞ്ഞിട്ട് ഈ മുസ്ലിമീങ്ങളെ മൂടുന്ന ജാഗ പിന്നെന്താക്കി പള്ളിന്റെ സൈഡിലൊക്കെ ആക്കിയതാണ്. എന്തേത്? അത് ഞങ്ങൾ പണ്ടേ പറയുന്നു, എപ്പോഴും പറയുന്നു എന്തെന്ന്? 5 നേരം നിസ്കാരത്തിൽ ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്തെന്ന്? അല്ലേ? അതെ ഇൻഷാ അല്ലാഹ് പറയാ. നേരത്തെ ഉസ്താദും സൂചിപ്പിച്ചിന്, അവിടുന്ന് വീട്ടിൽ നിന്ന് 2-3 ആളും സൂചിപ്പിച്ചിന്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാ, സമയമുണ്ട് അല്ലേ? എത്ര മണിയായി? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനത്തെ ജലതെല്ലാം വരുമ്പോ സംഗതി ഇല്ലാണ്ട് പറ്റാല. സംഗതി നേരന്നെയാണ്. ബന്ധപ്പെട്ടവർ അത് ഉണർത്തിയില്ലെങ്കിൽ കാര്യം ചേലാന്നുമില്ല, ഭംഗിയാന്നുമില്ല, പൂർത്തിയാന്നുമില്ല. അതോടൊപ്പം നമുക്കൊരു വിശ്വാസമാണ്. ഇനിയിപ്പോ സുറൂന്ന് തന്നെ ചെല്ലേണ്ടി വരും. ഏടക്കെത്തി നിങ്ങൊന്ന് പറഞ്ഞേ. പൊയ്യത്ത വേല ആടെയും മണവാട്ടി ഉമ്മന്നെ ഉള്ള അല്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു 2 മണവാട്ടി ഉമ്മമാരെ കൂടെ ഞങ്ങളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. എന്താ പറഞ്ഞേ? അതെ, പള്ളിന്റെ അടുത്ത് മയ്യത്ത് വെക്കണം. എന്തിനാക്കിയത്? ഖബറ് കൊണ്ടായിട്ട് ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മുഅ്മിനീങ്ങളെ മറമാടുന്ന ജാഗരം വെക്കണമെന്നാ പറഞ്ഞ്. ആ മുഅ്മിനീങ്ങളെ മറമാടുന്ന ഖബർസ്ഥാൻ, ആ ശ്മശാനം, അത് പള്ളിന്റെ സൈഡിലാക്കി. എന്തുകൊണ്ടറിയാ? ഞങ്ങൾ എപ്പോഴും അല്ലാഹുവോട് 5 നേരം നിസ്കാരത്തിലും പറഞ്ഞില്ലേ, ഹദാ റബ്ബാ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. എന്തു പറഞ്ഞേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഈ ഇരുത്തം, എന്റെ ഈ കേൾവി, എന്റെ ഈ പറച്ചല്, എന്റെ എല്ലാ കർമ്മങ്ങളും, അതോടൊപ്പം വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ഞാൻ മരിച്ചെങ്കിലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹ്ക്ക് മാത്രമാണ്. ജയിച്ചെങ്കിലും ജയിച്ചില്ലെങ്കിലോ, ഞാൻ മരിച്ചില്ലെങ്കിലോ, എന്റെ ഇബാദത്തും അമലോ എല്ലാം അല്ലാഹ്ക്കാണ് എന്ന് ഞാനും നിങ്ങളും അടിക്കടി അല്ലാഹുവോട് പറഞ്ഞതല്ല. അതൊരു സത്യവാചകമല്ല, വജ്ജഹത്തുമല്ല. ആ പ്രതിജ്ഞ ഞങ്ങൾ നിറവേറ്റുകയാണ്. അല്ലാഹ്ക്കാണ് ഞങ്ങൾ മരിച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹ്ന്റേതായിട്ട് ഞങ്ങളെ ദുനിയാവിൽ എന്തുള്ള
പള്ളി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചോ. മരിച്ചെങ്കിലും അല്ലാഹ്ക്കല്ലേ, അല്ലാഹു ഞങ്ങളെ ഏറ്റെടുക്കട്ടെ. ആ പള്ളി എന്നത് ദുനിയാവിലെ ഏറെ പരിശുദ്ധമായ ഭവനമാണ്. അതിനുവേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ മക്ബറകള് മഹാന്മാരുടെ മക്ബറകള്, ഞങ്ങളെ മണവാട്ടി ഉമ്മാന്റെ മക്ബറ സുബ്ഹാനല്ലാഹ് നല്ല നിലക്ക് ഇവിടെ ഉണ്ടായിക്കപ്പെടുന്നുണ്ട്. കാണുന്നല്ലോ നിങ്ങൾ, അതിന്റെ ഫ്ലക്സ് കണ്ടു, അതിന്റെ ബോർഡ് കാണുന്നു, എല്ലാം കാണുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പിരിവ് നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ട കമ്മിറ്റി നേതാക്കന്മാർ, ബന്ധപ്പെട്ട ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങള്, അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെയും നിങ്ങളുടെ അടുക്കലേക്ക് അതിന്റെ പിരിവിന് വേണ്ടി വരുമ്പോ വേണ്ടതുപോലെ സഹായിച്ചോ, നല്ല പോലെ കൊടുത്തോ. മഹാന്മാരുടെ മക്ബറകൾ വലിയ കാര്യമാണ്. അവരുടെ മക്ബറകളുടെ പരിസരത്ത് ബർക്കത്തുണ്ട്. മിഅ്റാജിന്റെ രാത്രി അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് മുസ്തഫ നബി തങ്ങളെ ഉയർത്തുന്നതിന് മുമ്പ് പടച്ച റബ്ബാ പൊന്നാര നബി തങ്ങളെ കൊണ്ടുപോയത് എവിടേക്കറിയുമോ? അതേ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തേക്കാണ്. എന്തിനറിയുമോ? ബറകനാ ഹൗലാ, ആ പരിശുദ്ധമായ പള്ളി പരിസരത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് അവിടെ അതാ അല്ലാഹുവിന്റെ മഹാന്മാരുടെ മക്ബറകളുണ്ട്. മൂസാ നബിന്റെ ഖബറുണ്ട്. അതുപോലെ തന്നെ മറ്റു മഹാന്മാരുടെ പ്രവാചകന്മാരുടെ ഖുബൂറുൽ അംബിയാഇ വസ്വാലിഹീൻ, അംബിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ മക്ബറ, ഖബർസ്ഥാന മഖാമുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുണ്ട്. മക്കയിലെ അബൂ താലിബിന്റെ മകള് ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹ്. അതായത് അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പെങ്ങളാണ് ഉമ്മുഹാനി. ചരിത്രത്തിന്റെ പ്രാമാണിക പക്ഷം അങ്ങനെയാണ്. അബൂ താലിബിന്റെ മകൾ ഉമ്മുഹാനിയുടെ വീട്ടിലെ ഹറമിന്റെ സൈഡില് മുസ്തഫ നബി തങ്ങൾ ഉറങ്ങുന്ന നേരത്ത് മഹാനായ ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ബുറാഖ് എന്ന വാഹനപുറത്ത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ തജ്മീൻ അല്ലുലമി. ചൊല്ല മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാന്മാരുടെ മക്ബറകള് അവിടെയുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ച നബി തങ്ങളെ മക്കത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ആടുന്നതിന് മിഅ്റാജിലേക്ക് കൊണ്ടുപോയി ആടുന്ന ഷോട്ട് വയ്യണ്ട, ആടുന്ന് പൊന്തിച്ചിട്ട് കൊണ്ടുപോയി അല്ലാഹ് കീടുന്നെ പൊന്തിക്കല്ലേ? അത് ഞങ്ങൾ ആദ്യത്തെ കിബില, ഇത് ഇപ്പത്തെ കിബില. ഇത് ലോകത്തെ ആദ്യത്തെ വീട്. ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക അല്ലേ? ആരവിടെ വരാത്ത? ഏത് പ്രവാചകന്മാർ ചുറ്റാത്ത? ആരാണ് അവിടെ സുജൂദ് ഇടാത്ത? അപ്പൊ അവിടെ നിന്നാണ് മിഅ്റാജിലേക്ക് പോന്ന അല്ലാഹനെ കാണാൻ പോന്നെ. അതിന് ആടെ കൊണ്ടേറ്റ് പോയെന്ന് ആടത്തെ ഷോട്ട് വഴിയുണ്ടോ, വള വഴിയുണ്ടോ? അക്കരെ കിടന്നിട്ട് പോവാൻ പാലുണ്ടാകും. അല്ല അടന്ന് ലിഫ്റ്റ് ഇട്ടല്ല വീത്തൊക്കെ ഇല്ല. അടക്കത്തിനുണ്ടേ ഞാൻ ഒരു സിയാറത്തല്ലാക്കിട്ട് പോ. അല്ലാഹനെ കാണാൻ പോന്നല്ലേ, ചളിയെല്ലാം പിരിയട്ട്. അതങ്ങനെ വേണോ? അത് ഖുർആനാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ. ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളെ അജബുകൾ ഈ ലോകത്തിൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ ഞാൻ കാട്ടാൻ വേണ്ടി കൊണ്ടുപോയത് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോയത് ആ ബൈത്തുൽ മുഖദ്ദസ് എന്താ പറയാ, ബാറകനാ ഹൗലാ, അതിന്റെ പരിസരത്ത് മുഴുവനും ബർക്കത്ത് ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ ബർക്കത്തായ അവിടെ ഈത്തപ്പന തോട്ടമുള്ളത് കൊണ്ടാണോ? നല്ല നല്ല കോട്ടകൊത്തളങ്ങൾ കൊട്ടാരങ്ങൾ ഉള്ളത് കൊണ്ടാണോ? അല്ലേ അല്ല. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു ബിഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. അവിടെ അമ്പിയാക്കളെ സ്വാലിഹീങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലേ? അവിടെ അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ മക്കാമുകളുണ്ട്. ഞങ്ങളെ പൈക്കനാട്ടിൽ മണവാട്ടി ഉമ്മാന്റെ മഖബറയുള്ളത് പോലെ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരുപാട് മഹാന്മാർ അന്തി ഉറങ്ങുന്നു. ഒരുപാട്. മൂസാ നബിന്റെ മഖബറ ഖബർ അവിടെയാണെന്നാണ് പ്രബലം. നബി തങ്ങളെ ഹദീസിലുണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കണ്ണെത്തും ദൂരത്താണ് മൂസാ നബിന്റെ ഖബറെന്ന്. ഇന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാ കണ്ണെത്തും ദൂരത്ത്. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ വ്യത്യാസം വന്നത്. അത് ഏതാണ് ആ സ്ഥലം? ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു പ്രവാചകന്റെ മഖബറ ഒരു സ്ഥലത്ത് കിടക്കുന്നു എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ അത് ഒരേ ഒരു നബി മുസ്തഫായ റസൂലുള്ളാഹ്. പിന്നെ എല്ലാ നബിമാരുടെ മഖബറുകൾ എവിടെയാണ്? ജനിച്ചത് എവിടെ, പോയത് എവിടെ, മക്കത്ര, കിടാക്കത്ര, കുഞ്ഞത്ര, ജീവിച്ചത് എത്ര കാലം? അഭിപ്രായ വ്യത്യാസമുണ്ട്.